ഏറ്റെടുത്തു. അതാണ് കാൽവരി കുരിശില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, യേശുക്രിസ്തു അവിടുന്ന് ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല. ഈ ലോകത്ത് പ്രചരിച്ച വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. യേശു ക്രിസ്ത്യാനിയുടെ ദൈവമാണെന്നുള്ളത്. യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. യേശു ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും രക്ഷകനായ, സ്നേഹസമ്പന്നനായ, കരുണാസമ്പന്നനായ ദൈവമാണ് അവിടുന്ന്. സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ ദൈവമാണ് യേശു ക്രിസ്തു. അതേ സഹോദരങ്ങളെ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ദൈവം, കരുണക്കടലായ ഒരു ദൈവം. യേശു പറയുകയാണ്, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയ. വിശുദ്ധ ഫൗസ്റ്റീന എന്നു പേരുള്ള ഒരു പാവപ്പെട്ട സന്യാസിനി ഈ അടുത്ത നൂറ്റാണ്ടിൽ പോളണ്ടിൽ ജീവിച്ചിരുന്നു. ഈശോ അനേകം തവണ പ്രത്യക്ഷപ്പെട്ടു. ദൈവ കരുണയുടെ ആഴങ്ങൾ വെളിപ്പെടുത്തിയുണ്ടായി. ഈശോ പറയുകയാണ്, ഞാൻ കരുണയുടെ രാജാവ, ഞാൻ കരുണയുടെ രാജാവ. എന്റെ കരുണയെ ലോകം മുഴുവൻ പ്രഘോഷിക്കണം, എന്റെ കരുണയെ ആരാധിക്കണം. എന്റെ കരുണയിൽ അണയാതെ മാനവകുലം സമാധാനം കണ്ടെത്തുകയില്ല. കാരണം മനുഷ്യന് സമാധാനം കണ്ടെത്തണമെങ്കിൽ അവനെ സൃഷ്ടിച്ച ദൈവത്തെ അനുഭവിച്ചറിയണം, ആ ദൈവത്തെ കാണണം, ആ ദൈവത്തെ തിരിച്ചറിയണം. ആ ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ അവൻ പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും മോചനം നേടണം. പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്, അടിമത്തത്തില്, ശാപത്തില് ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ തിരിച്ചറിയാൻ സാധ്യമല്ല. കാരണം പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നതാണ് പാപം. പാപത്തിൽ നിന്നും മോചനം നേടാതെ